ഹായ് യൂട്യൂബ്. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ് പോയിന്റേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഒരു എപ്പിസോഡിൽ നമ്മൾ പോയിന്റേഴ്സിനെ പറ്റി പഠിച്ചതാണ്. നമുക്ക് ഈ എപ്പിസോഡിൽ കുറച്ചുകൂടെ പോയിന്റേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ പോയിന്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള വേറൊരു വേരിയബിളാണ് പോയിന്റർ. ഞാനൊരു എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അതിലേക്ക് ഞാൻ ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, പി എന്ന് പറഞ്ഞ പോയിന്റ്. എന്നിട്ട് ഞാനത് പിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോഡുലസ് ഡി കൊടുത്ത് പ്രിന്റ് ചെയ്യാം. ഞാനിവിടെ പി ഡീറെഫറൻസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഞാനിത് റൺ ചെയ്താൽ നമുക്കറിയാം ഔട്ട്പുട്ട് ആ ഇൻറ്റിജർ വാല്യൂ ആണ് വന്നത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് പോയിന്ററിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ പോയിന്ററിൽ നമുക്കറിയാം ഇതിനകത്ത് വാല്യൂസ് എപ്പോഴും, ഇപ്പം ഞാൻ ഇതിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ എപ്പോഴും 4 bytes ആണെന്ന്. ഇപ്പം ഞാൻ 32 bit ആർക്കിടെക്ചറിലാണ്. അപ്പം അതുകൊണ്ട് 4 bytes ആയിരിക്കും അഡ്രസ്സിൻ്റെ സൈസ്. അപ്പം ഞാനിപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂയും പ്രിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ സൈസ് ഓഫ് പിയും കൂടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഇനി ഇത് പ്രിന്റ് ചെയ്ത് റൺ ചെയ്താൽ നമുക്കറിയാം ഇവിടെ 4 bytes ആണ് ഇൻറ്റിജർ. എൻ്റെ പോയിന്ററിൻ്റെ സൈസോ 4 ആണ്. അപ്പോൾ ഇത് ഡബിൾ ആണെങ്കിലോ ഞാനൊരു ഡബിൾ ടൈപ്പാണ്, എന്നിട്ട് ഒരു ഡബിൾ പോയിന്ററാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലോ ഇത് റൺ ചെയ്താൽ നമുക്ക് നോക്കിയേ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കാണാം 8 byte ആണ് ഡബിളിൻ്റെ സൈസ്. അത് നമുക്കറിയാം. പക്ഷെ പോയിന്റർ എന്നാലും 4 bytes മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്ററിൽ എപ്പോഴും 4 bytes ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഷോർട്ട് ടൈപ്പ് കൊടുക്കാം. ഷോർട്ട്, അതുപോലെ തന്നെ ഷോർട്ട് പോയിന്റർ കൊടുത്തു. ഷോർട്ട് നമുക്കറിയാം 2 bytes ആണ്. ഇത് റൺ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് നോക്കിയേ ഷോർട്ടിൻ്റെ സൈസ് 2ഉം പക്ഷെ പോയിന്റർ എന്ത് വന്നാലും 4 bytes ആണ്. ഇപ്പം ഞാൻ 32 bit ആർക്കിടെക്ചർ ആണ്. 64 ആണെങ്കിൽ അത് 8 bytes ആവും. 64 bit ആർക്കിടെക്ചറിൽ റൺ ചെയ്താൽ നോക്കിയേ ഷോർട്ട് 2 bytes ഉള്ളൂ, പക്ഷെ പോയിന്റർ 8 bytes ഉണ്ട്. ഇപ്പം ഞാൻ 32ൽ തന്നെ ഇടുന്നു. ഓക്കെ, അപ്പം ഇത് എപ്പോഴും 4 bytes ആണെങ്കിൽ എന്താണ് ഈ ഡാറ്റ ടൈപ്പ് മീൻ ചെയ്യുന്നത് ആക്ച്വലി? നമുക്കിവിടെ അറിയാം പോയിന്ററിൽ എന്തായാലും അഡ്രസ്സ് മാത്രമേ സേവ് ചെയ്യണുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി 4 bytes മതി. അപ്പോൾ ഈ 4 bytes മാത്രമുള്ളെങ്കിൽ എന്തിനിവിടെ ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുക്കുന്നു? വല്ലോ പോയിന്റർ എന്ന് പറഞ്ഞ് വല്ലോ ന്യൂ കീവേഡ് വല്ലതും കൊടുത്താൽ പോരെ? എന്തിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്ത് തന്നെ കൊടുക്കുന്നു? സോ അതാണ് മെയിനായിട്ട് പോയിന്ററും സാധാ വേരിയബിളും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാ വേരിയബിളിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് ഞാനിവിടെ ഷോർട്ട് എന്ന് കൊടുക്കുമ്പോൾ 2 bytes ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂവിന് വേണ്ടി. അപ്പോൾ 2 bytes വരെയുള്ള വാല്യൂ ആണ് എനിക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ 1 byte ഉള്ളൂ. 1 byte കൂടുതൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇൻറ്റിജർ ആണെങ്കിൽ 4, ഡബിൾ ആണെങ്കിൽ 8, അങ്ങനെയാണ്. പക്ഷേ പോയിന്ററിൽ ഈ ടൈപ്പ് എന്താ സ്പെസിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു എന്നല്ല. പോയിന്ററിൽ എപ്പോഴും 4 bytes മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ പോയിന്ററിൽ ഈ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് അത് പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഷോർട്ട് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡബിൾ എന്നാക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് ചെയ്യുന്ന ഇപ്പോൾ ഡബിൾ എക്സ് വേരിയബിളിലേക്കാണല്ലോ. അപ്പോൾ ഈ പോയിന്ററിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പിനെയാണോ പോയിന്റ് ചെയ്യണേ അതിനെ എങ്ങനെ ഡീറെഫറൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡാറ്റ ടൈപ്പ്. അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് ഇപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞ് എനിക്കൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഡബിൾ നമുക്കറിയാം 8 bytes ആണ്. ഞാൻ ഒരു 8 column ഉള്ള ഒരു ഡബിൾ വേരിയബിൾ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡബിൾ വേരിയബിൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. ഇത് ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. 0x1, 0x2, 0x3 അങ്ങനെ എറ്റ്സെട്ര 0x8 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കൊരു പോയിന്റർ ഉണ്ട്. അതൊരു ഡബിൾ പോയിന്ററാണ്. ഓക്കെ, ഡബിൾ പോയിന്റർ പി ഉണ്ട്. ആ പോയിന്ററിൽ നമുക്കറിയാം ഏതിൻ്റെ അഡ്രസ്സാണോ ഉള്ളത്? ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഉള്ളത്, OX1. ഓക്കെ, ഇതാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കണ ഡബിൾ പോയിന്റർ എന്ന് പറഞ്ഞാണ്. അത് പോയിന്റ് ചെയ്യുന്നത് എക്സിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്കാണ്. അപ്പോൾ ഇവിടെ ഡബിൾ എന്ന് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡീറെഫറൻസ് ചെയ്യുമല്ലോ. ഈ പ്രിന്റ് ചെയ്യാൻ നേരത്ത് ഡീറെഫറൻസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഡബിൾ പോയിന്റർ ആയതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് വാല്യൂ റിട്രീവ് ചെയ്യുമ്പോൾ, ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂ റിട്രീവ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആയിട്ടേ റിട്രീവ് ചെയ്യുള്ളൂ. അതായത് 8 bytes റിട്രീവ് ചെയ്യും. ഓക്കെ, ഇനി അപ്പോൾ റിട്രീവ് ചെയ്യണ ടൈപ്പാണ് പോയിന്ററിൽ ഡാറ്റ ടൈപ്പായിട്ട് സ്പെസിഫൈ ചെയ്യണേ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എത്ര മെമ്മറി റിട്രീവ് ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇൻറ്റിജർ കൊടുത്താലോ? ഇൻറ്റിജർ കൊടുത്താൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇൻറ്റിജർ ആയിട്ട് റിട്രീവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ നമുക്കൊരു എററാണ് കിട്ടുന്നത്. എ വാല്യൂ ഓഫ് ടൈപ്പ് ഡബിൾ പോയിന്റർ കനോട്ട് ബി യൂസ് ടു ഇനിഷ്യലൈസ് ആൻ എൻറ്റിറ്റി ഓഫ് ടൈപ്പ് ഇൻറ്റിജർ പോയിന്റർ. ഈശ്വര, ഇനി എന്ത് ചെയ്യും?
ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതായത് C++ യൂഷ്വലി ഇങ്ങനത്തെ ഒരു കൺവേർഷൻ അലോ ചെയ്യുന്നില്ല, കാരണം അത് മെമ്മറി തമ്മിൽ മാച്ച് ആവുന്നില്ല. ഡബിൾ മെമ്മറിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജർ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ നമുക്കിത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാം. നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് പഠിച്ചായിരുന്നു ടൈപ്പ് കാസ്റ്റിംഗ് എപ്പിസോഡിൽ. അപ്പോൾ എനിക്കിത് ഫോഴ്സ്ഫുള്ളി C സ്റ്റൈൽ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാം. നമുക്കിത് C++ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ C++ കാസ്റ്റിംഗ് ഞാനിപ്പോൾ സ്റ്റാറ്റിക് കാസ്റ്റ് ഇൻറ്റിജർ പോയിന്റർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എററാണ് കിട്ടുന്നത്, ഇൻവാലിഡ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞ്. പക്ഷേ നമുക്കിത് വേണമെങ്കിൽ C സ്റ്റൈൽ കാസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതൊരു നമ്മൾ ഫോഴ്സ്ഫുള്ളി കാസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഇത് ഇൻറ്റിജർ ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഡബിളിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ, P പോയിന്റ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് ചെയ്യുമ്പോൾ പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇൻറ്റിജർ പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ റിട്രീവ് ചെയ്യുന്നത് ഇനി 8 ബൈറ്റ്സ് ആയിരിക്കില്ല, പകരം 4 ബൈറ്റ്സേ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ 4 ബൈറ്റ്സ് മാത്രമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ആക്സസ് ഉള്ളൂ നമ്മുടെ ഇൻറ്റിജർ പോയിന്ററിൽ. അതായത് ഞാനിപ്പോൾ ഇവിടെ $p എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒരു വാല്യൂ കൊടുത്താൽ $p = 25 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ $p അടിക്കുമ്പോൾ നമുക്കറിയാം ഡീറെഫറൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യത്തെ 4 ബൈറ്റ്സ് മാത്രം കിട്ടുള്ളൂ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ പോയിന്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ പോയിന്റർ ആയതുകൊണ്ട് തന്നെ ഈ 4 ബൈറ്റ്സിലേക്ക് ഞാനിപ്പോൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്താണ് വാല്യൂ കൊടുക്കുന്നത്? 25. അപ്പോൾ ഈ 25 ഈ 4 ബൈറ്റ്സിലായിരിക്കും സേവ് ആവുന്നത്. ഓക്കെ, ഈ 4 ബൈറ്റ്സിൽ നമ്മൾ 25 എന്ന വാല്യൂ സേവ് ആവും. അപ്പോൾ എനിക്ക് ഈ ഡബിളിൽ തന്നെ ജസ്റ്റ് 4 ബൈറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്കറിയാം ഇനിയും ഒരു 4 ബൈറ്റ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് $p+1 എന്ന് ചെയ്യാം. ഓക്കെ, $p+1 = ഇപ്പോൾ എനിക്കൊരു 78 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ഓക്കെ, $p+1. അപ്പോൾ P+1 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റർ ഇൻറ്റിജർ ആണല്ലോ. അപ്പോൾ +1 ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ 4 ബൈറ്റ്സ് ജമ്പ് ചെയ്യും, നമ്മുടെ ഇൻറ്റിജർ പോയിന്റർ ആയതുകൊണ്ട്. ഇപ്പോൾ ഷോർട്ട് ആയിരുന്നെങ്കിൽ 2 ബൈറ്റ്സേ ജമ്പ് ചെയ്യുള്ളൂ. പക്ഷേ 4 ബൈറ്റ്സ് ഈ അഡ്രസ്സിൽ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മുടെ പോയിന്റർ ആക്ച്വലി പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും P+1 ചെയ്യുമ്പോൾ. ഓക്കെ, P+1 ഇങ്ങോട്ടായിരിക്കും, ഈ ഒരു അഡ്രസ്സിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അതായത് OX5 എന്നുള്ള വാല്യൂ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ =78 എന്ന് കൊടുത്തു. അപ്പോൾ 78 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 78 എന്ന് വരും. ഓക്കെ, നോക്കിയേ, നമ്മൾ ഡബിളിൽ തന്നെ ഒരു ഇൻറ്റിജർ പോയിന്റർ വെച്ച് 2 വാല്യൂസ് കൊടുക്കാൻ പറ്റി. അതായത് 2 ഇൻറ്റിജർ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന പോലെയായി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡീറെഫറൻസ് P കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇപ്പം നമുക്കറിയാം ഡീറെഫറൻസ് Pയിൽ 25 ആണ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഞാനിത് റൺ ചെയ്താൽ എനിക്ക് ഔട്ട്പുട്ട് 25 കിട്ടി. ഞാനിത് റിമൂവ് ചെയ്യാം. ഇത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് 25 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ P+1 ആണ് പ്രിന്റ് ചെയ്യുന്നത് എങ്കിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ നോക്കി 78 ആണ്. ഓക്കെ, നോക്കി നമ്മളിവിടെ ആക്ച്വലി Pൻ്റെ വാല്യൂ റീഅസൈൻ ചെയ്യുന്നില്ല. ഇവിടെ OX1 തന്നെയാണ്. കാരണം ഞാനിത് റിട്രീവ് ചെയ്ത് ഇതിനകത്തിട്ട് അസൈൻ ചെയ്യുന്നുള്ളൂ, P+1ലേക്ക് അസൈൻ ചെയ്യുന്നുള്ളൂ, P മാറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ 78 നമുക്ക് വാല്യൂയും കിട്ടി. സോ ഇതാണ് ഒറ്റ ഡബിളിൽ തന്നെ നമുക്ക് 2 വാല്യൂസ് സേവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഇതിന് ഷോർട്ട് പോയിന്റർ ആണെങ്കിൽ, ഞാൻ ഒരു ഷോർട്ടായിട്ട് പോയിന്റർ കൊടുക്കുന്നതെങ്കിൽ ഇപ്പം എന്തായിരിക്കും? ഷോർട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള വാല്യൂ ഞാനിത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഷോർട്ട് ടൈപ്പ് ആണ് ഷോർട്ട് പോയിന്റർ. ഓക്കെ, ഷോർട്ട് എന്ന് പറയുമ്പോൾ റിട്രീവ് ചെയ്യുന്നത് ജസ്റ്റ് 2 ബൈറ്റ്സ് മാത്രമായിരിക്കും റിട്രീവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി $p എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കുമ്പോൾ എത്രയാണ്? ഈ 25 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂ അസൈൻ ആവുന്നത് ഈ ആദ്യത്തെ 2 ബൈറ്റ്സിൽ മാത്രമായിരിക്കും. അപ്പം ഞാൻ $p+1 = 78 എന്ന് കൊടുക്കുന്നതോ അത് അടുത്ത 2 ബൈറ്റ്സിലായിരിക്കും. കാരണം P+1, ഇപ്പോൾ P നമുക്കറിയാം ഷോർട്ട് ടൈപ്പ് ആണ്. അപ്പോൾ +1 ചെയ്യുമ്പോൾ 2 ബൈറ്റ്സ് മാത്രം ജമ്പ് ചെയ്യും. അപ്പോൾ അത് ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ അസൈൻ ചെയ്യും. P+1 = 78 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 78 ആവും. അപ്പം നമുക്ക് ഇനിയും 4 ബൈറ്റ്സ് ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ബാക്കി 4 ബൈറ്റ്സിലേക്ക് എത്തണമെങ്കിലോ നമുക്ക് P+2 ചെയ്യാം. P+2 = 65 എന്ന് ചെയ്താൽ എന്തായിരിക്കും പറ്റുന്നത്? വീണ്ടും ഈ P ഇവിടെ തന്നെയാണ്, നമ്മൾ P ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, P നമ്മൾ ആകെ ഇവിടെ മാത്രം അസൈൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, P ചേഞ്ച് ചെയ്യുന്നില്ല, പകരം P ഡീറെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ P+2 ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് +1 ഇവിടെ എത്തും, +2 ഇവിടെ എത്തും. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഏത് വാല്യൂ കൊടുക്കും? 65 എന്ന വാല്യൂ ഇവിടെ ഈ 2 ബൈറ്റ്സിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ P+3 ചെയ്താലോ ഇവിടെ വരും. റൈറ്റ്, അപ്പം ഞാൻ P+3 ചെയ്ത്
ഇവിടുത്തെ വാല്യൂ ഒരു 99 എന്ന് കൊടുക്കാം, p+3. ഓക്കെ, അപ്പോൾ ഇവിടെ 99 എന്ന് വരും. നോക്കിയേ, നമ്മൾ ഒറ്റ ഡബിൾ വെച്ച് ഇപ്പം 4 ഷോർട്ട് നമ്പേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അതെങ്ങനെ? ഷോർട്ട് പോയിന്റർ വെച്ച്, റൈറ്റ്? അപ്പം ഞാനിവിടെ സ്റ്റാർ p+1 എന്ന് ഡീറെഫറൻസ് ചെയ്യാൻ നോക്കിയാൽ നമുക്കറിയാം അത് 78 ആണ് നമ്മൾ അസൈൻ ചെയ്തത്. ഞാനിത് റൺ ചെയ്താൽ നോക്കിയേ, നമുക്ക് 78 കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ p+3 കൊടുത്താലോ, അത് റൺ ചെയ്താലോ 99 കിട്ടും. സി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടർ ഉപയോഗിച്ചെങ്കിൽ നമുക്കറിയാം ക്യാരക്ടർ 1 ബൈറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഡബിളിൻ്റെ ഓരോ സിംഗിൾ ബൈറ്റ്സിലും നമുക്ക് 8 നമ്പർ സേവ് ചെയ്യാം. പക്ഷേ നമുക്കറിയാം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 127. അപ്പോൾ ഇവിടെ 127 എന്ന് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇവിടെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന നമ്പർ 127 ആണ്. അപ്പോൾ p+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 127 ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇതാണ് പോയിന്ററിന്റെ ബേസിക് മെക്കാനിസം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നതുകൊണ്ട് തന്നെ പോയിന്റേഴ്സ് സൂക്ഷിച്ച് ഉപയോഗിക്കാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു പബ്ലിക് സെക്ഷനിൽ ഞാൻ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കുന്നു, സ്റ്റുഡൻറ്റ്. ഒരു പ്രൈവറ്റ് സെക്ഷനിൽ നമുക്ക് ജസ്റ്റ് 2 വേരിയബിൾസ് കൊടുക്കാം, ഇൻറ്റിജർ എ, ഇൻറ്റിജർ ബി. ഞാൻ ഇതിന് വാല്യൂസ് കൊടുക്കുന്നു, കോൺസ്റ്റന്റ് ഇൻറ്റിജർ എ, കോൺസ്റ്റന്റ് ഇൻറ്റിജർ ബി. ഞാൻ ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ച് വാല്യൂ കൊടുക്കുന്നു, എ, ബി, ബി, ബി. ഓക്കെ, ഇപ്പോൾ വാല്യൂ കൊടുത്തു. ഇനി ഞാൻ ഒരു പ്രിന്റ് മീ ഫംഗ്ഷൻ കൂടെ ഇടുന്നു, വോയിഡ് പ്രിന്റ് മീ. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് സി ഔട്ട് എ ദിസ് ആരോ ബി സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കി. ഇനി ഞാൻ ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. ഞാൻ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സ്റ്റുഡൻറ്റ് സാക് ഈക്വൽസ് ടു, ഇപ്പോൾ 2 നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ ഞാൻ 2,45 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, 2 ഇൻറ്റിജറിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തു. ഇനി ഞാനൊരു പോയിന്റർ അസൈൻ ചെയ്യാം. ഓക്കെ, ഒരു ഇൻറ്റിജർ പോയിന്റർ കൊടുക്കാം. ഇൻറ്റിജർ പോയിന്റർ p ഈക്വൽസ് ടു സാക്കിൻ്റെ വാല്യൂ നമുക്ക് എടുത്തു വയ്ക്കാം. ഓക്കെ, സാക്കിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. കാസ്റ്റ് ചെയ്ത് ഞാനൊരു ഇൻറ്റിജർ പോയിന്ററിലേക്ക് കാസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ആകെ 2 വേരിയബിൾസ് ഉള്ളൂ, എയും ബിയും. അതിന് ഓരോന്നിനും 4 ബൈറ്റ്സ് ആണെന്ന് അറിയാം നമുക്ക്, കാരണം അത് ഇൻറ്റിജർ വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അസൈൻ ചെയ്തത് ഒരു ഇൻറ്റിജർ പോയിന്റർ ആണ്. ഇൻറ്റിജർ പോയിന്റർ p നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത് ഈ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലാണ്. ഓക്കെ, നമ്മൾ നോക്കിയ ടൈപ്പ് നമ്മുടെ ഇൻറ്റിജർ പോയിന്റർ ആണ്, നമ്മുടെ ഇവിടുത്തെ ടൈപ്പ്. ഇപ്പോൾ പോയിന്ററിൽ എന്താണ് ഡാറ്റ ടൈപ്പിൻ്റെ മീനിങ്? നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് 4 ബൈറ്റ്സ് ആയിരിക്കും. അപ്പം ഞാനിവിടെ സ്റ്റാർ p ഈക്വൽസ് ടു 2 എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, ആ 2 മാറ്റി ഞാൻ 67 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സാക്കിൻ്റെ പ്രിന്റ് മീ കോൾ ചെയ്യുന്നു, സാക് ഡോട്ട് പ്രിന്റ് മീ. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താലോ, സി ആ 2 മാറി 67 ആയി. നോക്കിയേ, ഞാൻ ആ പോയിന്റർ വെച്ചാണ് പ്രൈവറ്റ് വേരിയബിൾസ് ആക്സസ് ചെയ്തത്. പ്രൈവറ്റ് വേരിയബിൾസ് ആയ എയിൻ്റെ വാല്യൂ ഞാനിവിടെ പോയിന്റർ വെച്ച് മാറ്റി. അപ്പം നമുക്കറിയാം ഇത് 4 ബൈറ്റ്സ് ആദ്യത്തെ എയിൻ്റെ ഇവിടുത്തെ വാല്യൂ ആണ് മാറി നമ്മൾ കൊടുത്ത വാല്യൂ വന്നത്, അതായത് 67 എന്ന വാല്യൂ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബീൻ്റെ ഇവിടെ കൺസ്ട്രക്ടറിൽ ആദ്യം നമ്മൾ 45 കൊടുക്കണ്ടല്ലോ, അതും നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പം ഞാനിവിടെ സ്റ്റാർ p+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? p+1 എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വരും, കാരണം 4 ബൈറ്റ്സ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ലൊക്കേഷൻ, റൈറ്റ്? അപ്പോൾ ഇവിടെ ഞാൻ ഒരു വാല്യൂ കൊടുക്കുന്നു, p+1 ഈക്വൽസ് ടു 99 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇത് റൺ ചെയ്താലോ, നമുക്ക് ഔട്ട്പുട്ട് നോക്കി 67, 99. അതായത് ഞാൻ ഈ പോയിന്റർ വെച്ച് ഈ 2 ക്ലാസിൻ്റെ മെമ്പർ വേരിയബിൾസിൻ്റെയും വാല്യൂ മാറ്റി. സോ ഇതാണ് പോയിന്റേഴ്സ് വെച്ച് നമുക്ക് മെമ്മറിയിൽ ഡയറക്റ്റ് ആക്സസ് കിട്ടുമെന്ന് പറയുന്നത്. ഓരോ ടൈപ്സിലേക്കും ആക്സസ് കിട്ടും. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ പിന്നീട് നമ്മുടെ പ്രോഗ്രാമിൽ എറർ ആയിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു തരം പോയിന്റർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വോയിഡ് പോയിന്റേഴ്സ് ആണ്. അപ്പോൾ വോയിഡ് പോയിന്ററിനെ പറ്റി ഞാൻ പറയാം. നമുക്കൊരു സാധാ വേരിയബിൾ ഉണ്ട്, $x = 90. ഓക്കെ, അപ്പോൾ ഈ $x ഞാനൊരു വോയിഡ് പോയിന്റർ അസൈൻ ചെയ്യണം. അപ്പോൾ വോയിഡ് പോയിന്റർ p ഈക്വൽസ് ടു അഡ്രസ് ഓഫ് x. നോക്കിയേ, ഈ വോയിഡ് പോയിന്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് കാസ്റ്റിംഗ് ഒന്നും വേണ്ട. ഈ വോയിഡ് പോയിന്റർ ഏത് ഡാറ്റ ടൈപ്പിലേക്കും അസൈൻ ചെയ്യാൻ പറ്റും. കാരണം പോയിന്റർ നമുക്കറിയാം എന്തായാലും അഡ്രസ്സാണ് സേവ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ വോയിഡ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലേക്കും അത് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത് എവിടെയാണോ ഡീറെഫറൻസ് ചെയ്യണേ അവിടെയായിരിക്കും ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിത് പോയിന്റ് ചെയ്യുന്നത് ഈ ഡബിൾ എന്ന് പറഞ്ഞ വാല്യൂയിലേക്കും. ഓക്കെ, ഇപ്പം ഞാൻ 8 ബൈറ്റ്സ് ഉള്ള ഡബിൾ എക്സ് ഉണ്ട്, നമുക്കൊരു വോയിഡ് പോയിന്റർ ഉണ്ട്. ഓക്കെ, വോയിഡ് പോയിന്റർ പി, അതിപ്പോൾ പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ എക്സിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്കായിരിക്കും. പക്ഷെ ഇത് വോയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ബൈറ്റ്സ് റിട്രീവ് ചെയ്യും അത് നമുക്ക് അറിയില്ലല്ലോ. സോ അതാണ് ഞാൻ പറഞ്ഞത്, അത് റിട്രീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിന്റ് എഫ് മോഡുലസ് ഡി കോമ ഡീറെഫറൻസ് ചെയ്തു. ഓക്കെ, സ്റ്റാർ പി. ഓക്കെ, ഇവിടെ ഡീറെഫറൻസ് ചെയ്യാൻ നോക്കുമ്പോൾ നോക്കിയേ നമുക്ക് എററാണ് കിട്ടുന്നത്. എക്സ്പ്രഷൻ മസ്റ്റ് ബി എ പോയിന്റർ ടു എ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ടൈപ്പ്. കാരണം ഇതൊരു വോയിഡ് പോയിന്റർ ആണ്, അതുകൊണ്ട് തന്നെ എത്ര മെമ്മറി റിട്രീവ് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യും? അതിനു വേണ്ടിയാണ് വീണ്ടും ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിക്കുക. നമ്മൾ വോയിഡ് പോയിന്ററിനെ തിരിച്ച് നമുക്ക് ഏത് മെമ്മറി ആയിട്ടാണോ വേണ്ടത് ആ മെമ്മറി ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പി വോയിഡ് ആയതുകൊണ്ട് പീനെ ഞാൻ കാസ്റ്റ് ചെയ്ത് ഡബിൾ പോയിന്റർ ആക്കും. എന്നിട്ട് ആ ഡബിൾ പോയിന്റർ ഞാൻ ഡീറെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വാല്യൂ ഇവിടെ 0 വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡി അല്ല, ഇത് ഡബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അപ്പോൾ എഫ് എന്ന് കൊടുക്കണം. എനിക്ക് ആ വാല്യൂ ഔട്ട്പുട്ട് 90 വന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് വോയിഡ് ആയതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വേറൊരു ഡാറ്റ വേരിയബിൾ ഉണ്ട്, ഇൻറ്റിജർ എക്സ് ഈക്വൽസ് ടു 80 എന്ന് പറഞ്ഞു വാല്യൂ ഉണ്ട്. എനിക്കിത് ഈ പോയിന്റർ എപ്പോൾ വേണമെങ്കിലും റീഅസൈൻ ചെയ്യാം. പി ഈക്വൽസ് ടു അഡ്രസ് ഓഫ് എക്സിലേക്ക് മാറാം. നോക്കി, ഉപ്സ്, ഞാനിവിടെ കൺവേർട്ട് ചെയ്യുന്നതും ഇൻറ്റിജർ പോയിന്റർ ആക്കണം, അതുപോലെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നതും ഡെസിമൽ ആക്കണം. റീഡെഫിനിഷൻ സോറി, ഇവിടെ ഇൻറ്റിജർ എക്സ് അല്ല, ഞാൻ ഇൻറ്റിജർ വൈ എന്ന് കൊടുത്തു. ഇത് എനിക്കിവിടെ വൈ റീഅസൈൻ ചെയ്തിട്ട് ഞാൻ റൺ ചെയ്താൽ നോക്കിയേ ഇപ്പം എനിക്ക് 80 പ്രിന്റ് ചെയ്തു. അതായത് ഞാൻ സെയിം പോയിന്റർ വെച്ച് പല ഡാറ്റ ടൈപ്പിലേക്കും എനിക്കിപ്പോൾ അസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഡാറ്റ ടൈപ്പ് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തേട്ട് ഡാറ്റ കൊടുക്കുന്നതും അങ്ങനെ ആക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റാർ പി ഈക്വൽസ് ടു 56 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഇൻറ്റിജർ പോയിന്റിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു. ഇൻറ്റിജർ പോയിന്ററിലേക്ക് കാസ്റ്റ് ചെയ്ത് ഞാൻ 56 എന്ന് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം എന്താ പറ്റുന്നത്, ഇൻറ്റിജർ പോയിന്ററിലേക്ക് കാസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ പറ്റുന്നത്, 4 ബൈറ്റ്സ് റിട്രീവ് ചെയ്യും. ഈ 4 ബൈറ്റ്സിൽ 56 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ പറ്റിയേക്കണേ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്ററിനെ ഞാൻ ഒരു ഷോർട്ട് പോയിന്റർ ആക്കുന്നു. ഓക്കെ, ഷോർട്ട് പോയിന്റർ ആക്കിയിട്ട് ഞാൻ +2 ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അത് ഡീറെഫറൻസ് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ ഒരു 22 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. ഇപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പീനെ ഷോർട്ട് പോയിന്റർ ആക്കി. ഷോർട്ട് പോയിന്റർ ആക്കുമ്പോൾ എന്താ പറ്റുന്നത്, അത് 2 ബൈറ്റ്സ് ആക്കും റിട്രീവ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ 2 ബൈറ്റ്സിനെ +2 ചെയ്യുമല്ലോ. അപ്പോൾ +1 ചെയ്യുമ്പോൾ ആ 2 ഫസ്റ്റ് ഇവിടെ വരും, പിന്നെ അത് ഇവിടെ വരും. കാരണം ഷോർട്ട് പോയിന്ററിൽ 2 ബൈറ്റ്സ് വെച്ചാണ് ജമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലൊക്കേഷനിലാണ്. എന്നിട്ട് നമ്മൾ 22 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ അത് ഇവിടെ സേവ് ആവും. ഓക്കെ, അപ്പോൾ എനിക്കിനി ബാക്കി 2 ബൈറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് വാല്യൂ കൊടുക്കാൻ എന്ത് ചെയ്യാം, എനിക്ക് ഷോർട്ട് തന്നെ ഉപയോഗിക്കാം. അതായത് വീണ്ടും ഞാനിത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യണം, നമ്മൾ 4 ടൈംസ് ജമ്പ് ചെയ്യണം. റൈറ്റ്, കാരണം നമ്മളിവിടെ ആദ്യം +1 +2 ഇവിടെ എത്തും, +3 ചെയ്യുമ്പോൾ ഇവിടെ വരും. 4 ടൈം വേണ്ട, നമ്മൾ 3 ടൈംസ് ജമ്പ് ചെയ്താൽ മതി. ഇപ്പോൾ +3 കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ എനിക്കൊരു വേറെ വാല്യൂ 67 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ ഒറ്റ വോയിഡ് പോയിന്റർ വെച്ച് എങ്ങനെ വാല്യൂ കൊടുത്തതെന്ന്, ഈ ഒരു ഡബിൾ വേരിയബിളിൽ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു. ഒരു ആദ്യത്തെ 4 ബൈറ്റ്സിൽ ഇൻറ്റിജർ വാല്യൂവും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 2 ബൈറ്റ്സ് വീതവും നമ്മൾ ഷോർട്ട് വാല്യൂവും കൊടുത്തു. ഓക്കെ, നമ്മൾ ഇനി ഇത് റിട്രീവ് ചെയ്യണമെങ്കിലോ അത് ഇതേ ഫോർമാറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ഇൻറ്റിജർ വാല്യൂ റിട്രീവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതേ ഫോർമാറ്റ് തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ നമ്മൾ കൊടുത്ത 56 ഔട്ട്പുട്ട് വന്നു. റൈറ്റ്, ഇനി എനിക്ക് 22 റിട്രീവ് ചെയ്യണമെങ്കിലോ ഞാൻ ഇതേ ഫോർമാറ്റ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ എനിക്ക് ആ 22 ഔട്ട്പുട്ട് വന്നു. അതുപോലെ തന്നെ P+3 ചെയ്താലോ എനിക്ക് 67 ഔട്ട്പുട്ട് വരും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പോയിന്റേഴ്സിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചു. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. See you soon.